ഒരു തുള്ളി പോലും എണ്ണ ഒഴിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടൊരു ബീഫ് ബിരിയാണി വെച്ചാലോ. അതും നല്ല ബീഫ് ദം ബിരിയാണി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പണിയൊക്കെ നമുക്ക് വേഗം തീരുകയും ചെയ്യും. അപ്പം പെട്ടെന്ന് സിമ്പിളായിട്ടൊരു ബിരിയാണി തപ്പി നടക്കുന്നവർ, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ബിരിയാണി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഒരു തുള്ളി പോലും എണ്ണ ചേർത്തില്ലെങ്കിലും ഈ ബിരിയാണി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കിയത് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് മില്യൺ കണക്കിന് വ്യൂസും നമുക്ക് ആ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഈ ബീഫ് ബിരിയാണിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ബീഫ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്, കുറച്ച് വലിയതായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ബീഫിലേക്ക് ആദ്യം തന്നെ സവോള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 6 സവോള ഉണ്ടായിരുന്നു കേട്ടോ. അത് നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തത്. 2 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 10 പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത 2 വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്താണ് അത് ഓരോ പിടി വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും 2 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കണേ. ഗരം മസാലയ്ക്ക് പകരം വേണമെങ്കിൽ ബിരിയാണി മസാല വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ വീട്ടിലൊക്കെ ഫ്രഷ് ആയിട്ട് പൊടിക്കുന്ന ഗരം മസാല ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം 2 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കണം. അങ്ങനെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും കൂടെ ഒഴിച്ച് കൊടുക്കണേ. നമ്മൾ ഈ ബിരിയാണിയിൽ ഒട്ടും തന്നെ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടി ചേർത്ത ബിരിയാണിയെക്കാട്ടിലും ഇതുപോലെ വെച്ച് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ മുളക് പൊടി ചേർക്കുന്നതിലും. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തു. ഒരു 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ കൈകൊണ്ട് മിക്സാക്കി എടുക്കുകയാണേ. പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും എരിവാണ് കേട്ടോ ഈ ഒരു ബിരിയാണിയിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ബീഫിലേക്ക് എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല പശു നെയ്യും കൂടി ചേർത്ത് കൊടുക്കാവേ. ഞാൻ വീട്ടിൽ ഉരുക്കിയെടുത്ത നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അടുപ്പയിരുന്ന് ഉരുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിൽ ചെറുതായിട്ട് പൊടി കണ്ടത്. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു. സമയമുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഈ മസാല അങ്ങ് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീഫിലേക്ക് എല്ലാം പിടിച്ച് കിട്ടും. ഇല്ലെങ്കിൽ നേരെ കുക്കറിലേക്ക് അങ്ങ് എടുത്തിടാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി കിട്ടും. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. നമ്മൾ അടച്ച് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഓരോ കുക്കറിനും വ്യത്യസ്തമായിരിക്കും. ഞാൻ ഈ ഒരു കുക്കറിന് ഒരു 2 വിസിലെടുത്തിട്ടാണ് ഈ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫിൻ്റെ വേവും അതുപോലെ കുക്കറും ഒക്കെ പോലെ ഇരിക്കും വേവുന്നത്. അപ്പോൾ എന്തായാലും ബീഫ് ഒന്ന് വേവിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിതാ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കുഞ്ഞ് റൈസില്ലേ. അപ്പം ഞാൻ റോസ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ഒന്ന് 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കുക. അരി സോക്ക് ചെയ്ത് കിട്ടിയാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുവേ. അപ്പോൾ റൈസ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെയ്ച്ചോറ് പോലെ ഒന്ന് അരി വറ്റിച്ചെടുക്കാം. അതിനായിട്ട് വലിയൊരു പാൻ വെച്ചു. അതിലേക്ക് നെയ്യ് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. കുറച്ച് നെയ്യ് മതി. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ എല്ലാ സ്പൈസസുകളും ഇല്ലേ, ജീരകവും പട്ട ഏലക്ക കുരുമുളക് ഗ്രാമ്പു പെരിഞ്ചീരകം അങ്ങനെ എല്ലാ സ്പൈസസുകളും ഇട്ട് കൊടുത്തു. പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുക്കണേ. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു സവാള, ചെറിയ സവാളയാണ്, അതുകൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഈ ഒരു റൈസ് വറ്റിച്ചെടുക്കുമ്പോൾ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു കളറും കിട്ടും. കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ക്യാരറ്റ് കിടക്കുന്നത്. ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അരി കഴുകി വെച്ചിട്ടില്ലായിരുന്നു. അതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് വെള്ളം എല്ലാം കളഞ്ഞിട്ട് അരി മാത്രമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് അരി ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ നമ്മുടെ ചോറിന്. അപ്പോൾ ഒന്ന് വറുത്തെടുത്തു. ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം അരി ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 കപ്പ് അരിക്ക് ഒരു 1.25 പാത്രം വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 1 കിലോ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോ റൈസ് ആകുമ്പം ഒരു 1.25 പാത്രം വെള്ളം വയ്ക്കണം. നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കി എടുക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം കേട്ടോ. അതായത് ഒരു 2 കിലോ 3 കിലോ ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ 1 കപ്പ് അരിക്ക് ഒരു 1.5 കപ്പ് വെള്ളം വെച്ചാൽ മതിയായിരിക്കും. പക്ഷെ നമ്മളിവിടെ 1 കിലോ റൈസ് ആയതുകൊണ്ട് ഒരു 1.25 പാത്രം വെള്ളം വെക്കണം. അത് കറക്റ്റ് അളവായിരുന്നേ. വെള്ളം ഒഴിച്ചതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നാരങ്ങാ നീര്, ഒരു ചെറിയ നാരങ്ങയുടെ നീര് കുരു കളഞ്ഞിട്ട് അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തു.
കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ തീ ഒന്ന് കൂട്ടി വയ്ക്കണം. തിളച്ചതിന് ശേഷം തീ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നെയ്ച്ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോറ് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ നാരങ്ങാനീരും അതുപോലെ തന്നെ നമ്മൾ അരി വറുത്തിട്ടൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ചോറ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ബിരിയാണിയുടെ മെയിൻ പാർട്ടാണ് കേട്ടോ ഈ ചോറ് വെക്കുന്നത്. ചോറ് കുഴഞ്ഞു പോയാൽ നമ്മൾ ബിരിയാണിക്ക് ഒരു ടേസ്റ്റും കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റേതായ പാകത്തിന് വേണം ചോറ് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മളിതാ ചോറൊക്കെ വറ്റിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ മസാല ഇതാ കുക്കറിൽ വെന്ത് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുമെന്ന്. അതുകൊണ്ട് തന്നെ ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 1/4 ഭാഗത്തോളം വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാവേ. അങ്ങനെ ഇത് നമ്മുടെ മസാലയിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ആ ഗ്രേവി വേണം. നമ്മൾ ദം ചെയ്തെടുക്കാൻ നേരം കുറച്ച് ഗ്രേവി വേണം, അല്ല അടി പിടിക്കുവേ. അപ്പോൾ ഞാൻ ഈ ഒരു ദം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ബീഫിൻ്റെ മസാലയുടെ മുകളിലേക്ക് നേരെ ചോറിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ ചോറ് നല്ല ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഞാൻ ഒറ്റ ലെയറിലാണ് ഇത് ദം ചെയ്തെടുക്കുന്നത്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ 2 ലെയറായിട്ട് ദം ചെയ്തെടുക്കണം. കുറച്ച് ബീഫ് ഒന്ന് നടുക്കൂടും ഇട്ട് കൊടുത്തിട്ട് വേണം മുകളിൽ ചോറിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 1 കിലോ റൈസ് ഉള്ളതുകൊണ്ട് വലിയ പാത്രം ആയതുകൊണ്ടും ഒറ്റ ദമ്മിലങ്ങ് റെഡിയാക്കി എടുക്കുകയാണ്. ചോറങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി എല്ലാം ഒന്ന് നിരത്തി വെച്ചിട്ട് നമുക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് പാലിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബിരിയാണിക്ക് നല്ല കളർ കിട്ടും കേട്ടോ. നമുക്ക് ഒഴിക്കുമ്പോൾ കളർ തോന്നത്തില്ലെങ്കിലും ബിരിയാണി ദം പൊട്ടിക്കുമ്പോൾ നല്ല കളറായിരിക്കുമേ. അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടി പോകണ്ടേ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ബീഫ് വെന്തപ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്റ്റോക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലാസ്റ്റ് നമ്മളെല്ലാം കൂടെ ഇളക്കി എടുക്കത്തില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തു. വേണമെങ്കിൽ നമുക്ക് കാഷ്നട്ടും റൈസിൻസും സവോളയൊക്കെ എണ്ണയിൽ വറുത്ത് ഈ ടൈമിലിടാം. പക്ഷെ നമ്മൾ എണ്ണ യൂസ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വറുത്തിട്ടിടാം. അപ്പം ഒന്നും കൂടെ ഹെവി ആയി പോകും, അതുകൊണ്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ ബിരിയാണി അടിപൊളിയാണ്. അങ്ങനെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ദം ചെയ്തെടുത്താൽ നല്ല അടിപൊളി ബിരിയാണി റെഡിയായി കിട്ടും. 20 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറെങ്കിലും ബിരിയാണി അടച്ച് വെച്ചതിന് ശേഷം വേണം കേട്ടോ പൊട്ടിക്കാനായിട്ട്. എങ്കിലുള്ള ആ ആ ഫ്ലേവറൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി ബീഫ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എണ്ണ ചേർക്കാത്ത ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.